ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ വന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാറ്റി ഫിഷിനെ എങ്ങനെ കെയർ ചെയ്തെടുക്കുക അതിനെ പറ്റിയാണ്. അതായത് നമുക്ക് ഇപ്പോൾ പുതുതായിട്ട് മേടിക്കുന്ന പ്ലാറ്റി ഫിഷ് പെട്ടെന്ന് ചത്തുപോകാതെ എങ്ങനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തിയെടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എന്താണ് കൊടുക്കേണ്ടത്, ഇവയെ പെട്ടെന്ന് ബ്രീഡാവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ പ്ലാറ്റി ഫിഷിനെ പറ്റി ആദ്യം തന്നെ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിഗിനേഴ്സിന് പറ്റിയ ഏറ്റവും നല്ലൊരു മത്സ്യമാണ്. കാരണം ഇവയ്ക്ക് നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ഉള്ളത് കാരണം പെട്ടെന്നൊന്നും അതുപോലെ ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും വ്യത്യാസം വന്നാൽ പെട്ടെന്ന് ചത്തുപോകത്തില്ല. അതുപോലെ തന്നെ പുതുതായിട്ട് മീനുകളെയൊക്കെ ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കണം എന്നുള്ളവർക്ക് ഏറ്റവും നല്ലൊരു മീനാണ് ഈ പ്ലാറ്റി ഫിഷ്. കാരണം തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രീഡാവുന്നതാണ്. ഇപ്പോൾ ഗപ്പി പോലെ മോളി ഫിഷ് പോലെയൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ബ്രീഡാവുന്നൊരു ഫിഷാണ് പ്ലാറ്റി ഫിഷ്. ഓക്കെ, അപ്പോൾ ഇവയുടെ കെയറിങ് കാര്യങ്ങളും ഇപ്പോൾ പുതുതായിട്ട് ഒരു പ്ലാറ്റി ഫിഷിനെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിപ്പോൾ അക്വേറിയത്തിലൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ മീനെ കൊണ്ടുവരുന്ന കവറോട് തന്നെ ഈ ടാങ്കിലേക്ക് കുറച്ച് നേരം വെച്ച് അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് കറക്റ്റ് ആയതിനു ശേഷം, അതിപ്പോൾ പ്ലാറ്റി ഫിഷ് അല്ല ഏതൊരു മീനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അക്വേറിയം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഫിഷ് ടാങ്കിലേക്ക് നമ്മുടെ ആ മീനെ കൊണ്ടുവരുന്ന കവർ ഇറക്കി വെച്ച് ടെമ്പറേച്ചറൊക്കെ ഏകദേശം കറക്റ്റ് ആയതിനു ശേഷം ഇറക്കി വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇവ ഇടാനായിട്ടുള്ള ഏറ്റവും നല്ല ടാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളങ്ങളല്ലാന്നുണ്ട് ഫ്രിഡ്ജ് ബോക്സൊക്കെയാണ് ഇവയെ ഇടാനായിട്ട് ഏറ്റവും പറ്റിയ ടാങ്ക്. കാരണം ഈ അക്വേറിയം പോലല്ലല്ലോ, ഈ കുളങ്ങളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവയ്ക്ക് നീന്താനൊക്കെ സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവയ്ക്ക് നല്ല രീതിയിൽ ഗ്രോത്തും ഉണ്ടാകും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ബ്രീഡാവുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഇവയെ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടാൻ തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. കാരണം മറ്റുള്ള മീനുകളുമായിട്ടൊന്നും വലിയ തരത്തിലുള്ള അഗ്രഷനും കാര്യങ്ങളൊന്നും കാണിക്കുന്ന ഒരു ഫിഷല്ല പ്ലാറ്റി ഫിഷ്. അതുപോലെ തന്നെ ഇവയുടെ ടാങ്കിൽ ലൈവ് പ്ലാന്റ്സ് അതുപോലെ പാലൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവയുടെ ടാങ്കിൽ വെയിൽ നേരിട്ടടിക്കുന്ന ടാങ്കിലൊന്നും ഇവയെ കൊണ്ട് ഇടരുത്. ഒരത്യാവശ്യം വെയിലടിക്കുന്ന ടാങ്കിലിടുക. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലടിക്കുന്ന ടാങ്കിലിടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വളരെയധികം കൂടി അത് ഈ മീൻ തന്നെയല്ല ഏതൊരു മീനായാലും ചത്തുവാൻ ചാൻസ് ഉണ്ട്. സോ അത്യാവശ്യം ഒരു കുറഞ്ഞ ലെവലിൽ വെയിലടിക്കുന്ന ഒരു ടാങ്കിലോട്ട് ഇടുന്നത് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അക്വേറിയത്തിൽ വീടിനകത്തൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നാകും. ഈ മീനിന് തന്നെയല്ല ഏതൊരു മീനിനാണെങ്കിലും ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വീടിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം തീരെ ഒട്ടും ലൈറ്റ് ഇല്ലാത്ത ഒരു ടാങ്കിലൊക്കെയാണ് നമ്മൾ മീൻ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ആ മീനെ തീരെ ആക്റ്റീവ് അല്ലാതെ വന്ന് ചത്തുവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ അത്യാവശ്യം ലൈറ്റൊക്കെ കയറുന്ന ടാങ്കിലേക്ക് നമ്മൾ മീനുകളെ ഇടാൻ ശ്രമിക്കുക. പിന്നെ ഇവയുടെ ഫീഡിങ് കാര്യങ്ങളൊക്കെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ കൊടുക്കുന്ന വെല്ലറ്റ് ഫുഡ് ആണെങ്കിലും ലൈവ് ഫുഡ് ആണെങ്കിലും ഏതൊരു തരത്തിലുള്ള ഫുഡ് ഇപ്പോൾ ഫീഡ് എടുക്കുന്നതാണ്. സോ നമുക്കിപ്പോൾ സാധാരണ വെല്ലറ്റ് ഫുഡ് കൊടുത്താലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ ഇവയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുറയുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ബ്രീഡിങ്ങിനൊക്കെ ഇടാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൈവ് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ബ്രീഡിങ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഈ ലോക്കലായിട്ടുള്ള പെല്ലറ്റ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രീഡിങ്ങിന് ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് തീരെ ക്വാളിറ്റി ഒന്നും കിട്ടത്തില്ല. സോ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡൊക്കെ കൊടുത്ത് വളർത്താൻ ശ്രമിക്കുക. പിന്നെ ഇവയെ ബ്രീഡിങ്ങിന് ഇടുന്ന റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:2 എന്ന റേഷ്യോ ആണത്. അതായത് ഒരു മെയിലിന് 2 ഫീമെയിൽ എന്ന കണക്കിനാണ് ഇവയെ ബ്രീഡിങ്ങിനായിട്ട് ഇടേണ്ടത്. ഇവയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2-2.5 വർഷത്തേനൊക്കെയാണ് ഇവയുടെ ലൈഫ് സ്പാൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഓരോരുത്തർ നോക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും ഇവയുടെ ലൈഫ് സ്പാനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ല ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 2-2.5 വർഷത്തേനെ ഇവ ജീവിക്കും. അല്ലാതെ നമ്മൾ തീരെ കെയർ ചെയ്യാതെ ലോക്കലായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും ലൈഫ് സ്പാൻ കിട്ടത്തില്ല. പിന്നെ ഇവയ്ക്ക് പൊതുവേ അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും വരുന്നതല്ല. പിന്നെ എന്തെങ്കിലും കാരണവശാൽ അസുഖങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവയുടെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. പിന്നെ ഇവയുടെ ടാങ്കിൽ വാട്ടർ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവയെ ഇട്ടിരിക്കുന്ന ടാങ്കിനനുസരിച്ചിരിക്കും. അതായത് തീരെ ചെറിയ ടാങ്കിലൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ടാങ്കിലെ വെള്ളം പെട്ടെന്ന് ചീത്തയാകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം മാറണം. ഒരു 2 ആഴ്ച കൂടുമ്പോൾ തന്നെ വെള്ളം മാറണം. അല്ലാതെ നമ്മളിപ്പോൾ അത്യാവശ്യം വലിയ ടാങ്കിലാണ് വെള്ളത്തിനൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ 2-3 മാസമൊക്കെ വെള്ളം മാറിയില്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും പ്ലാറ്റി ഫിഷിന് വരുന്നതല്ല. പിന്നെ ഇവ ബ്രീഡാവുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരാനായിട്ട് നമ്മൾ ലൈവ് ഫുഡ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്.
അർട്ടീമിയം ഒക്കെ കൊടുക്കുന്നത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. സോ അപ്പോൾ അർട്ടീമിയം ഒക്കെ കൊടുക്കാൻ പ്രയാസമായിട്ടുള്ളവർ മൊയിനെയൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ കൾച്ചർ എടുക്കാവുന്നതാണ്. സോ അതൊക്കെ വാങ്ങി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവയുടെ ഷോപ്പിലെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നോർമൽ പ്ലാറ്റിക്ക് 20 രൂപ മുതൽ ലഭിക്കുന്നതാണ്. പിന്നെ ഇവയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചും പല കളറിനനുസരിച്ചും ബ്രീഡിനും ഒക്കെ അനുസരിച്ച് വില വ്യത്യാസം വരുന്നതാണ്. നോർമൽ പ്ലാറ്റിക്ക് ഓരോരുത്തടുത്ത് ചിലയിടത്ത് 20 തൊട്ട് 30 രൂപ വരെ ജോഡിക്ക് വില വരുന്നതാണ്. പിന്നെ ഇവയെ കോമണായിട്ട് ഒരു ഓറഞ്ച് റെഡൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് കാണാൻ സാധിക്കുന്നത് കൂടുതൽ സ്ഥലങ്ങളിലും. പിന്നെ ഇപ്പോൾ പല ക്രോസ് ബ്രീഡും പല വെറൈറ്റികളും കാര്യങ്ങളൊക്കെ ഇവയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അപ്പോൾ പ്ലാറ്റിഫിഷിനെ പറ്റി പറയാനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോടെ അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയൊരു വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.